നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കലകളും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ചുറ്റും. ഒപ്പം ഒരു എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതെത്ര ദൂരത്തോളം പോകാം എന്ന ചർച്ചയും സമാന്തരമായി നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് ഒരു സാഹിത്യകാരൻ അഥവാ ഒരു എഴുത്തുകാരൻ സമൂഹത്തോട് ചെയ്യേണ്ടത്? അത് മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ മഹാരഥന്മാരുടെ ചിന്ത ഏത് വിധത്തിലാണെന്ന് തിരിച്ചറിയാനൊരു സാഹചര്യം ഒരുക്കുകയാണ് സെൻട്രൽ മാഗസിൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ 6 സാഹിത്യകാരന്മാർ അവർ ഒരുമിച്ച് പങ്കെടുത്ത ഒരു അപൂർവ സംഗമം. എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് ഇത്തരമൊരു സംഗമം നടന്നത്. അവരുടെ സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ചിന്തകളിലേക്കാണ് സെൻട്രൽ മാഗസിൻ ഇന്ന് ആദ്യം പോകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ 6 പേർ ഒരു വേദിയിൽ അവരവരുടെ സാഹിത്യലോകവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കിടുന്ന ഒരു അപൂർവ സംഗമം. പ്രൊഫസർ MK സാനു, ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, സേതു, ഡോക്ടർ SK വസന്തൻ, NS മാധവൻ ഇവർ ഒരുമിച്ച വേദി കണ്ട് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഇങ്ങനെ പറഞ്ഞു: സർഗപ്രക്രിയയുടെ ഇന്ധനമാണ് അഥവാ മഷിയാണ് ഭാവന. എല്ലാവർക്കും ഭാവനയുണ്ടല്ലേ? എന്നാൽ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ഭാവനയും സാഹിത്യകാരൻ്റെ അഥവാ കലാകാരൻ്റെ ഭാവനയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇത് വളരെ സാധാരണമായ ഭാഷയിൽ പറഞ്ഞു തരികയാണ് ബംഗാൾ ഗവർണറായ CV ആനന്ദബോസ്.
എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടുപേരിൽ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാണ്. പ്രൊഫസർ MK സാനുവും ശിഷ്യൻ ഡോക്ടർ SK വസന്തനും. അന്ന് മഹാരാജാസ് കോളേജിൽ സാനുമാഷ് പഠിപ്പിച്ച പാഠം മറക്കാത്ത ശിഷ്യൻ പറയുന്നു, ഔചിത്യമാണ് ജീവിതത്തിൻ്റെ കാതൽ. അന്ന് സാനുമാഷ് അവിടെ മഹാരാജാസിൽ ജോയിൻ ചെയ്ത കാലം ആണ്. മാഷെ ആദ്യത്തെ MA ബാച്ച് മഹാരാജാസിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ. അന്ന് മാഷ് ഞങ്ങളെ പഠിപ്പിച്ചത് കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യമാണ്. അന്ന് മാഷ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഔചിത്യം ആണ് സാഹിത്യത്തിൻ്റെ ജീവൻ എന്ന്. സാഹിത്യത്തിൽ മാത്രമല്ല, എല്ലാ ദിക്കിലും ഔചിത്യം പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. അനശ്വരതയുടെ താക്കോൽ ലഭിച്ചവരാണ് സാഹിത്യകാരന്മാർ. എങ്ങനെയാണ് എഴുത്തുകാർ നവോത്ഥാനത്തിൻ്റെ വാതിൽ ചവിട്ടി തുറക്കുന്നതെന്ന് ഓർമ്മകളിൽ ചാഞ്ഞു നിന്ന് സാനുമാഷ് പറയുന്നു. ദൈവം എൻ്റെ മുമ്പിലെത്തി ഒരു കയ്യിൽ സമ്പൂർണ്ണ സത്യവും മറു കയ്യിൽ അന്വേഷണത്തിൻ്റെ അസ്വസ്ഥതയും നീട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഏത് വേണം എടുത്തോളൂ. ഞാൻ പറയുന്ന ഉത്തരം, സമ്പൂർണ്ണ സത്യം മഹാത്മൻ അങ്ങയുടെ കയ്യിലെന്നുള്ളട്ടെ. ഞാൻ മനുഷ്യനാണ്. എൻ്റെ വളർച്ചയ്ക്ക് അസ്വസ്ഥമായ അന്വേഷണമാണ് ആവശ്യം. ദൈവികമായ ഉന്മാദമാണ് കവിത. അസ്വസ്ഥമായ അന്വേഷണം ഒരാളെ എഴുത്തുകാരനാക്കുന്നു. എഴുത്തുകാരൻ സാഹിത്യ നായകനല്ല, സാഹിത്യ സേവകനാണ്. സാനുമാഷ് വിശദീകരിക്കുന്നു. പലതരം മെമ്പർഷിപ്പ് കിട്ടിയതുകൊണ്ടും അവാർഡ് കിട്ടിയതുകൊണ്ടും അത് ഒരു നേട്ടമല്ല. സാഹിത്യത്തെ സേവിക്കുക, സാഹിത്യ നായകനല്ല, സാഹിത്യ സേവകനാണ് ഒരു എഴുത്തുകാരനാകേണ്ടത്. അവൻ്റെ ചുമതലയും അതായിരിക്കും. അവൻ എഴുതാൻ ആന്തരികമായ പ്രേരണയുണ്ടാവുകയും അത് നിർവഹിക്കുകയും ചെയ്യാൻ എളുപ്പമുള്ള പണിയില്ല. ധാരാളം വേദന സഹിക്കേണ്ട കാര്യമാണ്. പ്രചോദനമുണ്ടാവണം. അതിൽ തീർച്ചയായിട്ടും ദൈവികമായൊരു അംശമുണ്ട്. പ്ലേറ്റോയെ പറ്റി നേരത്തെ ഇവിടെ പരാമർശമാണ്. പ്ലേറ്റോ റിപ്പബ്ലിക്കിലേ അത് പറയുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് പറയുന്ന ഡയലോഗ്സിൽ കവികൾ ഭ്രാന്തന്മാരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭ്രാന്തന് അദ്ദേഹം ഒരു വിശേഷണം നൽകുന്നത് അത് ദൈവികമായ ഭ്രാന്തമാണ്. സാഹിത്യ സിദ്ധാന്തങ്ങളറിയാതെ എഴുത്തുകാരനായ അവസ്ഥയാണ് സേതു പറയുന്നത്. സാനുമാഷ് പറഞ്ഞതിൻ്റെ ഛായയിൽ ആ ദുരൂഹമായ അവസ്ഥ എഴുത്തുകാരൻ സേതു നമുക്ക് പറഞ്ഞു തരുന്നു. സ്വന്തം കൃതികൾ എടുത്തു പറഞ്ഞ് തന്നെക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ. ഒരു 6 പതിറ്റാണ്ട് കാലം എന്തൊക്കെയോ എഴുതി. ഞാൻ സാഹിത്യം ക്ലാസ് മുറിയിൽ പഠിച്ചിട്ടില്ല, പഠിച്ച സയൻസാണ്. 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും സത്യത്തിൽ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് വായിച്ചിട്ടുണ്ട് സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റി. പക്ഷേ എനിക്ക് വളരെ എന്നെ വിസ്മയിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ പാണ്ഡവപുരം എന്ന നോവല് അതൊരു 10-12 ഭാഷകളിൽ പോയി. അത് ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു പ്രൊഫസർ ഇവിടെ ആലുവയിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നിക്കൊള്ളാം, ഞാനൊരു എഴുത്തുകാരനാണ്, ഇയാൾ പറയുന്നുണ്ട് എൻ്റെ എഴുത്ത് കൊള്ളാം, അപ്പോൾ അതിലെന്തെങ്കിലും കാണും. സൃഷ്ടിയുടെ പുറകിലുള്ള ദുരൂഹത എന്നൊക്കെ നമ്മൾ വലിയ വലിയ ഭാഷകൾ പറയും. എൻ്റെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പല ഭാഷകളിലേക്കും പോയ ദൂത് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ ഞാൻ എഴുതിയത് കട്ടിച്ച് ഒരു 6-7 മണിക്കൂർ മുറിയിൽ അടച്ചിരുന്ന് എഴുതിയതാണ്. വൈകുന്നേരം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാനല്ല എഴുതിയത്, എന്നെക്കൊണ്ടിങ്ങനെ എഴുതാൻ കഴിയില്ല. സമൂഹത്തിൻ്റെ സംസ്കാര രൂപീകരണവും അതിൽ എഴുത്തുകാരൻ്റെ പങ്കും അയാൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്കുമാണ് സി രാധാകൃഷ്ണൻ കടന്നത്. ഓരോ സമൂഹത്തിനും ഓരോ പ്രദേശത്തിനുമുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ ആദ്യം നേരെയാക്കി അവർക്കുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിച്ച് നല്ല മനുഷ്യരായാൽ എന്നിട്ട് ബാക്കി ലോകത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ ഈ ലോകം നന്നാക്കാം എന്നൊരാശയം മഹാത്മജിയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ വന്ന് എന്താ ഉണ്ടായത് ചോദിച്ചാൽ ഈ സമൂഹങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ചുരുങ്ങി ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ പരസ്പര സ്പർദ്ധ വളർത്തുന്ന അവസ്ഥ വരെ
അതിൻ്റെ ഉദ്ദേശശുദ്ധി മറന്ന് എത്തിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു മഹാനഷ്ടം. കഷ്ടമാണ് ആ കാര്യം. മാറ്റത്തിൻ്റെ ആഹ്വാനങ്ങളുമായി വന്ന പ്രതീക്ഷകളുടെ തുരുത്തുകളെ അധികാരത്തിൻ്റെ ഉപാധികളാക്കി മാറ്റുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് സി രാധാകൃഷ്ണൻ തുടരുന്നു. മനുഷ്യൻ എന്ന ഭാവം ലോകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തകർക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന അവസ്ഥ. ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് വിഭാഗീയതകളാണ്. അങ്ങനെ ആക്കി തീർക്കാനാണ് ഭരിക്കുന്നവർ ആഗ്രഹിക്കുന്നതും. കാരണം അവർക്ക് വേറെ പിടിപാടൊന്നുമില്ല പിടിച്ചു നിൽക്കാൻ. അങ്ങനെ വന്ന് ഭൂമിയിലുണ്ടായ എല്ലാ മതങ്ങളെയും അധികാരത്തിൻ്റെ ഉപാധികളാക്കി മാറ്റിയതിന് ശേഷം ഇപ്പോൾ അവിടെ നിൽക്കില്ല എന്ന് വന്നതുകൊണ്ട് മതങ്ങളെ, ജാതികളെ മാത്രമല്ല ഭാഷ, പ്രദേശം, വർഗം, വർണ്ണം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളെയും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ജനായത്തമായാലും അല്ലെങ്കിലും അധികാരം ഉറപ്പിക്കുന്നത്. പരസ്യമായിട്ട് അവരത് ചെയ്യുന്നു എന്നിപ്പോൾ സമ്മതിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ പറയുന്നത് എന്താ പറയുന്നത്? എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ്. എഞ്ചിനീയറിംഗ് ഓഫ് ഡെമോക്രസി എന്നാണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര ഇന്ന ജാതിയുണ്ട്, എത്ര ഇന്ന ഭാഷക്കാരുണ്ട്, എത്ര ഇന്ന ആളുകളുള്ളത് കണക്കാക്കി അതിന് പാകത്തിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാക്കി അതിന് കഴിയുന്ന മഹാരഥന്മാരെയൊക്കെ അവിടെ കൊടിവെച്ച് എങ്ങനെ ഈ സമൂഹത്തെ കബളിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തിയിട്ട് ഈ പാവപ്പെട്ട ഞങ്ങൾ 10 എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ എന്തു ചെയ്തിട്ട് മനുഷ്യൻ എന്നൊരു ഭാവം ലോകത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ അതിനെ കൊലപ്പെടുത്തിക്കൊണ്ട്, അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ ഈ ദുഷ്ടലാക്ക് പ്രചരിപ്പിക്കുന്നതിനെയാണ് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. തൻ്റെ സാഹിത്യ ജീവിതത്തിൽ പ്രസ്ഥാനങ്ങളും വ്യക്തികളും മാത്രമല്ല കെട്ടിടങ്ങൾ പോലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് NS മാധവൻ മനസ്സുറക്കുന്നു. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾക്ക് നിദാനമായ ചില കാഴ്ചകളിൽ TDM ഹാളിൻ്റെ പങ്ക് ആ വേദിയിൽ തന്നെ NS മാധവൻ വിശദീകരിക്കുന്നു. ഈ കവിതയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുന്നത് ഇതിലൂടെയാണ്. 1959 ആണെന്ന് തോന്നുന്നു ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിവാഹവേദിയായി മാറിയ TDM ഹാളിൽ ആദ്യമായിട്ടൊരു കല്യാണം നടക്കുന്നത് അല്ലേ 59 തോന്നുന്നു. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 57 തൊട്ട് സംസ്ഥാന സർക്കാർ ഓണാഘോഷം ദേശീയാഘോഷമായിട്ട് മാറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് TDM ഹാളിൽ വച്ച് ഞാൻ ആദ്യമായിട്ട് ചവിട്ട് നാടകം കണ്ടു. ഈ ഒരു വലിയ കലാരൂപത്തിൻ്റെ പുറകിൽ ഞാൻ വളരെയധികം അന്വേഷിച്ചു പോയി. ഏതാണ്ട് നാമാവിശേഷമായ ഒരു കലാരൂപമായിരുന്നു അത്. അത്രയും ഒരു യൂറോപ്യൻ ഓപ്പറ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ബൃഹത്തായ സ്കെയിലാണ്. ഇതായിരുന്നില്ല സ്റ്റേജ്, താഴെയായിരുന്നു അന്നത്തെ സ്റ്റേജ്. ആ സ്റ്റേജിൽ വെച്ച് ഇത് കാണുക. അതിൻ്റെ പുറകെ പോയും എൻ്റെ നോവൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകളിൽ നല്ലൊരു ഭാഗം നീക്കി വച്ചിട്ടുള്ളത് ചവിട്ട് നാടകത്തിനെ കുറിച്ചാണ്. അതൊരു പക്ഷേ ഇവിടുന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന എറണാകുളം കരയോഗത്തിൻ്റെ അടിസ്ഥാനം സമദൂരമല്ല, സമ അടുപ്പമാണ്. ശതാബ്ദി വേളയിൽ ഉദ്ദേശിക്കുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാം ആ ശിലയെ അടിസ്ഥാനമാക്കിയാണ്. 25 വർഷമായി സംഘടനയെ നയിക്കുന്ന വേണു എന്ന P. രാമചന്ദ്രൻ പറയുന്നു. എറണാകുളം കരയോഗം എന്ന് പറയുന്നത് തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടന. 1939 കാലഘട്ടം മുതലേ തുടങ്ങിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക കലാപ്രവർത്തനങ്ങൾ അന്നുപോലെ ഉണ്ട്. TDM ഹാൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഈ സംഘടന ഉണ്ടാവും. ഈ സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾ തിയോഫിസിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ശങ്കരാൽ ലോഡ്ജ് എന്ന് പറയുന്നിടത്ത് ഇത്തരം ആധ്യാത്മിക പരിപാടികൾ. എന്താണ് എറണാകുളം കരയോഗം എന്ന് പറഞ്ഞാൽ സാമൂഹിക സംഘടന, ഒരു സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന സംഘടന. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം ധാരാളമുണ്ട്. അതിൻ്റെ ഒപ്പം മനുഷ്യന് വേണ്ടത് ഒരു ശ്വാസം മാതിരി തന്നെ നമ്മുടെ ജീവനാളം മാതിരിയാണ് സംസ്കാരം വേണം. ഒരു സംസ്കാരമുള്ള പുതിയ ജനത ഉണ്ടാവണം. ആ ജനത ഉണ്ടാക്കലാണ്, ആ സംസ്കാരം വളർത്തലാണ് എറണാകുളം കരയോഗത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ മാറ്റത്തിന് ചില സംഘടനകൾ ചാലകശക്തിയായത് NS മാധവൻ ഓർത്തെടുക്കുന്നു. നിരന്തരം ഇതിനു വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് 1937-38 കൊച്ചി നായർ ആക്ട് നിലവിൽ വരികയും മരുമക്കത്തായം നിരോധിക്കുകയും അതിന് പകരം മക്കത്തായം നിലവിൽ വരികയും ചെയ്തു. കായിക ഇനങ്ങളിലായാലും കലകളിലായാലും സാഹിത്യത്തിലായാലും
ചില ചിട്ടകളും ചില നിയമങ്ങളുമുണ്ട്. ഒരു സാഹിത്യത്തിൻ്റെ, ഒരു ഭാഷയുടെ അടിസ്ഥാനം ചില വ്യാകരണ ഘടനകളിലാണ്. എന്നാൽ അക്ഷരം പോലും അറിയാത്ത സാഹിത്യ വിദ്യാർത്ഥികൾ, ആ ഒരു ദുരന്തം നമ്മളോട് പറയുകയാണ് എസ് കെ വസന്തൻ മാഷ്. നമ്മുടെ ഈ മാതിരി സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഒരു 20-25 പ്രായമുള്ള കുട്ടികളെ കാണാറേയില്ല. നമ്മളുടെ സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് പുസ്തകം കുട്ടികൾ വായിക്കുന്ന സമ്പ്രദായം ഇല്ലാതായിരിക്കുന്നു. അതായത് വായന നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. തെറ്റുകൂടാതെ മലയാളം എഴുതാൻ കുട്ടികൾക്കാവില്ല എന്നുള്ള ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. ഞാനിത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഈ നെറ്റ് ക്ലാസ്സിന് MA കഴിഞ്ഞിട്ട് UGCയുടെ നെറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് ആഴ്ചയിൽ 2-3 ദിവസം ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ വരുന്ന കുട്ടികളൊക്കെ MA ഫസ്റ്റ് ക്ലാസ്സുകാരാണ്. പക്ഷെ അവരിൽ 99% കുട്ടികൾക്കും തെറ്റുകൂടാത്ത മലയാളം എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഹരിജൻ നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു കുട്ടി എനിക്ക് എഴുതി തന്ന ഉത്തരം IN കാളി എന്നാണ്. പക്ഷെ അയാൾ IN കാളി അത് ഇനിഷ്യലാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. IN കാളി എന്നാണ് ഉത്തരം എഴുതി തന്നിരിക്കുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇത് ശരിയാണ് എന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. ഞാൻ തൃശ്ശൂർ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ ദിവസം നടന്നു പോകുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കാണുന്ന ഒരു ബോർഡ് തൃശ്ശൂർ ക്ഷയരോഗ കേന്ദ്രം എന്നാണ്. എന്താ ബോർഡിൻ്റെ അർത്ഥം? തൃശ്ശൂർ ക്ഷയരോഗ കേന്ദ്രം എന്നാണ് ബോർഡ് എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് പോലും അതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ്. ഇത് കാര്യം മനസ്സിലാകുന്നില്ലേ? അത് പോരെ എന്നാണ് ചോദിച്ചത്. കാര്യം മനസ്സിലാവുകയല്ല, കാര്യം തെറ്റായിട്ട് മനസ്സിലാവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. സാഹിത്യം ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. വാക്കുകൾ, ശൈലികൾ, വ്യാകരണ ഘടനകൾ എന്നിവ നിർമ്മിക്കുന്നു. എന്നാൽ അതിനുമപ്പുറം സമൂഹത്തെ സാംസ്കാരികമായി പുനർനിർമ്മിക്കുന്നതിൽ സാഹിത്യത്തിനും സാഹിത്യകാരനും ചില കടമകളുണ്ട്. അതിനിടയിൽ ഭാഷയെന്ന സുപ്രധാന ഘടനയായ കഴുക്കോൽ ദ്രവിച്ചു പോകരുതെന്നത് എഴുത്തച്ഛന്മാരുടെ സംഗമം ഓർമ്മിപ്പിക്കുന്നു. തൃശ്ശൂർ അരിമ്പൂരിലെ 55 വയസ്സുള്ള രാധ ടീച്ചർ. ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം എന്താണ്? പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികളെ മലയാളമോ കണക്കോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. എന്നാൽ ഇതങ്ങനത്തെ ടീച്ചറല്ല. കോൽത്താരിയും അങ്കത്താരിയും വെറുങ്കയുമൊക്കെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പഠിപ്പിച്ച് അവരെ സ്വയരക്ഷയ്ക്ക് സജ്ജമാക്കുന്ന ഒരു ടീച്ചർ, ഒരു കളരിപ്പൈ ടീച്ചർ. വെട്ടിയണച്ച് ചുവട് മാറി ഓതിരം ഒളവ് മാറിത്തടുത്ത് കടകമോനി മാറിത്തടുത്ത് കടകമോനി തുളവ് കൈക്ക് മാറിക്കൈക്ക് കടകമോനി എടുത്തൊളവ് ഓതിരം ഒളവ് കേറി വെട്ടിയണച്ച് ചുവട് മാറി. ഇതാണ് അരിമ്പൂർ കരുവാൻ വളവിലുള്ള രാധ ടീച്ചറുടെ കളരി. രാധ ടീച്ചർ ഇവിടെ കൗമാരക്കാരായ കുട്ടികൾക്കും ഒപ്പം സ്ത്രീകൾക്കും സ്വയരക്ഷയ്ക്കുള്ള അടവുകൾ പരിശീലിപ്പിക്കുന്നു. മെയ്പ്പയറ്റ്, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നിങ്ങനെ ഓരോരോ അടവുകൾ ശരീരത്തിനെയും മനസ്സിനെയും മെരുക്കിയെടുക്കാൻ രാധ ടീച്ചർ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കളരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കളരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മമാരായാലും മുത്തശ്ശിമാരായാലും ഭയങ്കര പേടിയാണ്. എനിക്ക് മനസ്സിലായത് ഈ കളരി പഠിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ഈ മദ്യം, മയക്കമരുന്ന്, കുട്ടികളെ 8ാം ക്ലാസ് തൊട്ട് കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മൾ പോലും അറിയണില്ല. കുട്ടികളെ ഫോണിൽ നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങൾ ഈ മയക്കമരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പോണത്. അതേപോലെ തന്നെ കളികൾ, അവർക്ക് ഫോണിൽ തന്നെ വളരെ മോശമായ കളികളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു ഇതേപോലത്തെ ക്ലാസ്സുകളിൽ പോയി ആ കുട്ടികളിൽ ഭയങ്കര മാറ്റം വരും.
മുല്ലശ്ശേരിയിൽ 15 വർഷം മുമ്പ് ഏതാനും കുട്ടികളെ വെച്ച് വേദകളരി പാഠശാല സ്ഥാപിച്ചായിരുന്നു തുടക്കം. കളരിപ്പയറ്റിലും യോഗയിലും പ്രാവീണ്യം നേടിയ ഭർത്താവ് ഡോക്ടർ സുവ്രതനായിരുന്നു രാധ ടീച്ചറുടെ കളരി ജീവിതത്തിൻ്റെ കരുത്ത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ശിഷ്യർ ഇവർക്കുണ്ട്. പല സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പരിശീലിപ്പിച്ച് അതിൽ നിന്ന് കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് പരിശീലനം നൽകാൻ നിയോഗിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ തനത് ആയോധന കലയുടെ പാരമ്പര്യം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. യുവതലമുറയെ കളരിപ്പയറ്റിലേക്ക് ആകർഷിക്കാനും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴാതെ ഇവരെ ആരോഗ്യമുള്ള ഭാവിയിലേക്ക് നയിക്കാനുമുള്ള ശ്രമങ്ങൾ രാധ ടീച്ചറുടെ കളരിയുടെ പുതിയ ലക്ഷ്യങ്ങളാണ്. ശരീരത്ത് പ്രതിരോധ ശക്തി വർദ്ധിക്കും, അസുഖങ്ങൾ കുറേ നീങ്ങും, തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവില്ല. നമ്മൾ നമ്മളുടേതായ കാര്യം ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ടതാണ്, അല്ലാണ്ട് നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയിട്ട് പഠിക്കേണ്ടതല്ല. കളരി, ഡാൻസ്, ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഗുരുനാഥന്മാരെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്ന് പഠിക്കണം. ആ കാര്യങ്ങളിൽ വരണ ഒരു ശിഷ്യയ്ക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ. ഇണച്ച് ചുവട് മാറി ഓതിരം ഒളവ് മാറിത്തടുത്ത് കടകം അടുത്തടുത്ത് കടകെടുത്തോളം കൈക്ക് മാറി കൈക്ക് കടകെടുത്തോതിരമ്മോ തിരം കയറി വെട്ടി അടച്ച് ചൂട് മാറി ഓതിരം ഒളവ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.